എല്ലാവർക്കും നമസ്കാരം. ലണ്ടൻ വിശേഷങ്ങളുമായിട്ടാണ് ഈ ആഴ്ചത്തെ നമ്മുടെ എപ്പിസോഡ്. CPIM സംസ്ഥാന സെക്രട്ടറി ബഹുമാന്യനായ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ അടുത്തൊരു ഇംഗ്ലണ്ട് സന്ദർശനം നടത്തുകയും അദ്ദേഹത്തെ ഹഠാത് ആകർഷിച്ച ലണ്ടനിലെ വിശേഷങ്ങൾ ഇവിടെ വന്ന് പാർട്ടി പരിപാടിക്കിടയിൽ സംസാരിക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. തളിപ്പറമ്പിൽ നടന്ന ഒരു പാർട്ടി പരിപാടിയിൽ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, രാഷ്ട്രീയവുമായോ രാഷ്ട്രീയ പ്രവർത്തനവുമായോ യാതൊരു ബന്ധവുമില്ലാത്ത 3 വിവാദപരമായ പരാമർശങ്ങൾ ക്രൈസ്തവ സമുദായത്തെ നേരിട്ട് ആക്രമിക്കുന്നു, അപമാനിക്കുന്നു എന്ന തരത്തിൽ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയിട്ടുണ്ടായി. അതിലാദ്യത്തേത് ഇംഗ്ലണ്ടിലെ വൈദികർ ശമ്പള വർധനവിന് വേണ്ടി സമരത്തിലാണ് എന്നുള്ളതാണ്. രണ്ടാമത് കന്യാസ്ത്രീകളുടെ സേവനം ഒരു തൊഴിൽ പോലെയായി മാറി എന്നുള്ളതും. മൂന്നാമത് ഇംഗ്ലണ്ടിൽ ദേവാലയങ്ങളെല്ലാം പൂട്ടിപ്പോവുകയും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയും ആളുകൾ പള്ളിയിൽ നകന്നിരിക്കുന്നു, പള്ളിയിൽ കയറാതായി എന്നുള്ളതുമാണ് കണ്ടുപിടുത്തം. മുക്കും മൂലയും അറ്റവും അവിടെയും കണ്ടേച്ചു വന്ന് ഇതെല്ലാം കണ്ടു എന്നും ഇതെല്ലാം ഇങ്ങനെയാണെന്നുമുള്ള യാതൊരു അർത്ഥശങ്കയ്ക്കിടയുമില്ലാത്ത പ്രസ്താവനകൾ നടത്താൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ഏറ്റവും പരമമായ യാഥാർത്ഥ്യം. അത്തരമുള്ള നിരുത്തരവാദിതപരമായ വക്രബുദ്ധിയോടുകൂടിയുള്ള പ്രസ്താവനയാണ് CPIM കേരളം ഭരിക്കുന്ന ഭരണ പാർട്ടിയുടെ വളരെ ആദരണീയമായ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന എം വി ഗോവിന്ദൻ മാസ്റ്റർ ആ പദവിയെക്കുറിച്ചുള്ള ബോധമില്ലാതെയും പദവി തരുന്ന സാമൂഹിക ബാധ്യതയെക്കുറിച്ചുള്ള വിവേചനമില്ലാതെയും വിവരമില്ലാതെയും സംസാരിച്ചത് എന്നുള്ളത് പറയാതെ നമുക്ക് ഇരിക്കാനാവില്ല. ഇനി ഗോവിന്ദൻ മാസ്റ്റർക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ക്രൈസ്തവ സഭകളോട് ഒരു വല്ലാത്ത അലർജി തുടങ്ങിയിട്ടുള്ളത് ചില സൂചനകൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ പെട്ടതാണ് യാതൊരു പ്രസക്തിയുമില്ലാത്ത ഒരു കാര്യം ഇവിടെ പറയുന്നു എന്നുള്ളത്. ലോകത്തിൽ പല രാജ്യങ്ങളിൽ പല മതവിശ്വാസങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ആരാധനാലയങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നുണ്ട്. ഇറാനിൽ 50,000-ഓളം മോസ്കുകൾ പൂട്ടിപ്പോയിട്ടുണ്ടെന്നുള്ളത് അവരുടെ തന്നെ ഒരു ആത്മീയ നേതാവാണ് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള പരിഷ്കൃത ലോകത്തെക്കുറിച്ചും അതിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചും അറിയുന്ന ആൾക്ക് പ്രത്യേകിച്ച് സന്തോഷിക്കേണ്ട ഒരു കാര്യവുമില്ല. ഏതെങ്കിലും ഒരു മതത്തിന് ആൾ കുറയുന്നു എന്ന് കേൾക്കുമ്പോൾ നല്ല സ്ഥിരബുദ്ധിയുള്ള ആർക്കും അതിൽ സന്തോഷിക്കേണ്ട. യഥാർത്ഥ ഈശ്വര വിശ്വാസികൾക്ക് സത്യത്തിൽ ക്രിസ്ത്യാനികളുടെ പള്ളി എണ്ണം കുറയുന്നു, മോസ്കുകളുടെ എണ്ണം കുറയുന്നെന്നോ അമ്പലങ്ങളുടെ എണ്ണം കുറയുന്നെന്നോ കേൾക്കുമ്പോൾ സങ്കടം തോന്നേണ്ട, സന്തോഷം തോന്നേണ്ട യാതൊരു കാര്യവുമില്ല. മറിച്ച് മനുഷ്യനിൽ ദൈവവിശ്വാസം കുറയുന്നു എന്നുള്ളതും ഈശ്വരചിന്ത നഷ്ടപ്പെടുന്നു എന്നുള്ളതും അവരെ ആകുലപ്പെടുത്തുകയാണ് വേണ്ടത്. പക്ഷെ നിരീശ്വര പ്രസ്ഥാനത്തിൻ്റെ ചുമതലക്കാരും മൊത്ത വിൽപ്പനക്കാരുമായിട്ടുള്ള ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്ററെ പോലെയുള്ളവർക്ക് പള്ളികൾ പൂട്ടുന്നതും ക്രൈസ്തവ സഭകളിൽ ആള് പോകാത്തതും പ്രത്യേകമായ ആനന്ദം നൽകുന്നുണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ, ഈ പള്ളികളിൽ ആള് കുറയുന്നതിനെ കുറിച്ച് വ്യാകുലപ്പെടുന്ന അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ഈ CPIM എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളം എന്ന് പറയുന്ന ഒറ്റ സംസ്ഥാനത്ത് മാത്രമായി ചുരുങ്ങിപ്പോയത് എന്തുകൊണ്ടാണെന്നും, കാലുകുത്താൻ വടക്കോട്ട് പോയാൽ ഒരു പാർട്ടി ഓഫീസ് പോലും ഇല്ലാത്ത വിധം, അല്ലെങ്കിൽ ഒരു ഭരണ കേന്ദ്രം പോലും ഇല്ലാത്ത വിധം നിങ്ങൾ ക്ഷയിച്ചു പോയത് എന്താണെന്നതിനെ കുറിച്ചാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ സത്യത്തിൽ ആകുലപ്പെടേണ്ടത്. 3 പതിറ്റാണ്ടിലധികം അടുക്കി ഭരിച്ച ബംഗാളിൽ എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ പോലും മഷിയിട്ട് നോക്കിയാൽ കാണാത്ത വിധം നിങ്ങളുടെ പാർട്ടി കാലഹരണപ്പെട്ടു പോയത് എന്നുള്ളതിനെ കുറിച്ച് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ചിന്തിക്കണം. കൊല്ലും കൊലയും അധികാരത്തിന്റെ സകല ഗർവും നടത്തി അടക്കി ഭരിച്ച റഷ്യയിൽ, സ്റ്റാലിനും ലെനിനും ഭരിച്ച റഷ്യയിൽ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസത്തെ മനുഷ്യർ വലിച്ച് ചവിട്ടുകൊട്ടയിലിട്ട് കളഞ്ഞതെന്ന് ഗോവിന്ദൻ മാസ്റ്റർ നന്നായി ചിന്തിക്കണം. പോളണ്ടിൽ നിന്ന് എങ്ങനെ കമ്മ്യൂണിസം പടിയിറങ്ങിപ്പോയി, ബെർലിൻ മതിൽ എന്തുകൊണ്ടാണ് കുപിതരായ ജനക്കൂട്ടം അടിച്ചു തകർത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും കൊണ്ട് ദൂരെ കളഞ്ഞതെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പഠിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കുറ്റം പറയാനൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ബൈബിളിലെ ഒരു വാക്യം ഗോവിന്ദൻ മാസ്റ്ററെ ഓർപ്പിക്കുകയാണ്. നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയാൻ നിനക്ക് എങ്ങനെ കഴിയും?
ഗോവിന്ദൻ മാസ്റ്ററും അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രക്കാരും ക്രൈസ്തവ വിരുദ്ധത പുലർത്തുന്നവർ, ക്രൈസ്തവ സഭകളും വിശ്വാസം എവിടുന്നെങ്കിലും നാമാവശേഷമാകുന്നുവെന്ന് വ്യാകുലപ്പെടുത്തുന്നവർ ആദ്യം സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണുകൾ അഴിമതി കൊണ്ടും സ്വജനപക്ഷപാതം കൊണ്ടും അധികാര ദുർവിനിയോഗം കൊണ്ടും അധികാരത്തിൻ്റെ അന്ധമായ ഗർവ് കൊണ്ടും പാവപ്പെട്ടവന്റെ മേൽ നടത്തുന്ന നിങ്ങളുടെ ഭീകര കിരാത ഭരണം കൊണ്ടും ഊർന്നു പോകുന്നത് അറിയാതെ പോകരുത്, ഞങ്ങളെ അതറിയാതെ ഉപദേശിക്കാൻ വരരുത് എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. ഗോവിന്ദൻ മാസ്റ്ററെ നമുക്ക് വിട്ടേക്കാം, അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകട്ടെ. നമുക്ക് അദ്ദേഹം പറഞ്ഞതിലെ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക്, അതിനുള്ള ഉത്തരങ്ങളിലേക്ക് കടന്നു വരണം. ആദ്യത്തേത്, ഇംഗ്ലണ്ടിൽ വൈദികർ സമരം നടത്തിയോ ശമ്പള വർധനയ്ക്ക് എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിലെ ഔദ്യോഗിക സഭ എന്ന് പറയുന്നത് ആംഗ്ലിക്കൻ ചർച്ചാണ്. ഹെൻറി 8 രാജാവിൻ്റെ കാലം മുതൽ കത്തോലിക്ക സഭയുമായി നിരന്തര ചിരവൈര്യത്തിലായിരുന്നു ഈ ആംഗ്ലിക്കൻ സഭ. പിന്നീട് അവർ സ്വതന്ത്ര സഭയായി നിലനിൽക്കുന്നു. ഈ സഭയിൽ ഉള്ള വൈദികരാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഔദ്യോഗിക മതം. അപ്പോൾ എല്ലാ വർഷവും ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അവരുടെ വൈദികർക്കും ദേവാലയ ജോലിക്കാർക്കും ശമ്പള വർധനവ് നടത്താറുണ്ട്. ഈ വർഷം അവർ 5% ശമ്പള വർധനവാണ് നടത്തിയത്. എന്നാൽ 5% പോരെന്നും 9.5% ശമ്പള വർധനവ് വേണമെന്നും ദേവാലയ ജോലിക്കാർ, വൈദികർ ഉൾപ്പെടെയുള്ളവർ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ അധികാരികളോട് ആവശ്യപ്പെടുകയും ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി ഒരു റെമ്യൂണറേഷൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഈ കമ്മിറ്റി വൈദിക പ്രതിനിധികളുമായിട്ട്, ദേവാലയ ജോലിക്കാരുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ കൂടെ യുണൈറ്റഡ് എന്ന പേരിലുള്ള നോൺ പൊളിറ്റിക്കലായ ഒരു തൊഴിലാളി സംഘടനയുടെ ആളുകളെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായി. ഈ ചർച്ചയാണ് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ വൈദികർ ശമ്പള വർധന വേണ്ടി സമരം ചെയ്യുന്നു എന്നുള്ള ദുരുപദിഷ്ഠിതമായ ദുഷ്ടലാക്കോടുകൂടിയുള്ള അസത്യ പ്രചരണമായിട്ട് മാറ്റിയത്. അതിൻ്റെ പിറകിൽ അദ്ദേഹത്തിന് ക്രൈസ്തവ വിരുദ്ധത തന്നെയാണ് എന്നുള്ളത് സംശയിച്ചാൽ എങ്ങനെ തെറ്റു പറയാൻ പറ്റും? രണ്ടാമത്, ഗോവിന്ദൻ മാസ്റ്ററുടെ കണ്ടുപിടുത്തം കന്യാസ്ത്രീകളുടെ സേവനം തൊഴിൽ പോലെയായി എന്നുള്ളതാണ്. ഒരു കാര്യം പറയട്ടെ, കേരളത്തിലെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ കന്യാസ്ത്രീകളോട് വല്ലാത്ത ഒരു ശത്രുത കാണുന്നുണ്ട് നമ്മൾ. അതുകൊണ്ടാണ് കക്കുകളി പോലെയുള്ള നാടകങ്ങളിലൂടെ ക്രൈസ്തവ സന്യാസത്തെയും സന്യാസിനിമാരെയും ആക്ഷേപിക്കുന്നതിനും അതിന് നിർലോഭ പിന്തുണ കൊടുക്കുന്നതിനും ഇടതുപക്ഷ സംഘടനകളും നേതാക്കന്മാരും മന്ത്രിമാർ വരെയും മുന്നിട്ട് നിന്നതെന്നും അവരുടെ സദസ്സുകളിൽ കളിക്കാൻ, ഈ ആഭാസ നാടകം കളിക്കാൻ അനുവാദം കൊടുത്തു എന്നുള്ളതും നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇവരെന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീകളോട് ഇങ്ങനെ കലഹത്തിന് വരുന്നത്? മഹായുദ്ധമായ മഹാഭാരതത്തിൽ പോലും സ്ത്രീകളോട് ആക്രമണം നടത്തുന്നത് ഹീനകർമ്മമായി കരുതിയിരുന്ന ഭാരത സംസ്കാരം, അവിടെയാണ് ഈ പാവപ്പെട്ട നിരാലംബരായ ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന് സകല മനുഷ്യർക്കും നന്മയുണ്ടാവട്ടെ എന്ന് കരുതി സ്വജീവിതം സമർപ്പിച്ച ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളോട് ആണായി പിറന്ന എം വി ഗോവിന്ദൻ മാസ്റ്ററെ പോലെയുള്ള ആളുകൾ യുദ്ധപ്രഖ്യാപനത്തിന് ഇറങ്ങുന്നത് ലജ്ജാകരമെന്നല്ലാതെ എന്തു പറയാൻ പറ്റും? അവരുടെ സേവനത്തെ ആരാണ് തൊഴിലായി എന്ന് നിങ്ങളോട് പറയുന്നത്? അവരുടെ ഉപജീവനത്തിന് അവർ ചെയ്യുന്ന സേവനത്തിൽ നിന്ന് ആശുപത്രികളിൽ അവർ ശമ്പളം മേടിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് ഉപയോഗിക്കുകയല്ല, സമൂഹത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി അവർ ചെയ്യുന്ന ബഹുശതം അനാഥാലയങ്ങളുടെ, ആതുരാലയങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി, കുഷ്ഠരോഗികൾ അടക്കമുള്ള ആളുകളുടെ സേവനത്തിന് വേണ്ടി, നിരാലംബരായ മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടി അവർ ചെലവഴിക്കുകയാണ് അതുവഴി ചെയ്യുന്നത്. അവർ നടത്തുന്ന അനേകായിരക്കണക്കിനുള്ള ആതുര കേന്ദ്രങ്ങളെക്കുറിച്ച്, സംരക്ഷണ കേന്ദ്രങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് അവർ എവിടുന്നെങ്കിലും ചെയ്യുന്ന ജോലിക്ക് വേതനം മേടിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെലവഴിക്കുന്നെന്നുള്ളതിനെക്കുറിച്ചുള്ള കഥ നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ കൺമുമ്പിലുണ്ടായിട്ടും അതിനെ നിർദ്ദയം മറച്ചുവെച്ച് അവരെ നിരന്തരം ആക്ഷേപിക്കുന്നതിന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ മുതിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മറ്റെന്തോ ലക്ഷ്യമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞാൽ എങ്ങനെ അത് തെറ്റാവും? പരിഷ്കൃത സമൂഹത്തിന്, മതനിരപേക്ഷ ഭാരതത്തിന്, മഹത്തായ സാക്ഷര കേരളത്തിന് അപമാനകരമാണ് ഇത്തരം സ്ത്രീനിന്ദകളെന്ന് ഇക്കൂട്ടരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്, എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ കണ്ടുപിടുത്തം ഇംഗ്ലണ്ടിൽ പള്ളികളിൽ ആള് കയറുന്നില്ല, പള്ളികൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ശരിയാണ്, പാശ്ചാത്യ രാജ്യങ്ങളിൽ ദേവാലയങ്ങളിൽ
ഒരു കാലത്തെ വിശ്വാസത്തിൻ്റെ പ്രോജ്വല കാലഘട്ടത്തെ അപേക്ഷിച്ച് ആളുകൾ കുറയുന്നുണ്ട്. വിശ്വാസം ഏറ്റവും പ്രോജ്വലമായ കാലത്ത് ഓരോ 50 മീറ്ററിലും അവർ ദേവാലയങ്ങൾ പണിതിരുന്നു. യൂറോപ്പ് നേരിട്ട ഏറ്റവും വലിയ ഭീകരമായ ജനസംഖ്യാ ശോഷണത്തെ തുടർന്ന് ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞപ്പോൾ ഈ ദേവാലയങ്ങളിലൊക്കെ പഴയതുപോലെ വരാൻ ആളില്ലാതായി എന്നുള്ളത് ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. ചെറുപ്പക്കാർ കൂട്ടത്തോടെ പള്ളി വിട്ടു എന്നൊക്കെ പറയുന്നത് ഒട്ടനവധി അതിശയോക്തികരമായ ഒരു പ്രസ്താവന എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അവർ ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും ഒക്കെ അവരിൽ നല്ലൊരു പങ്ക് ദേവാലയത്തിൽ വരുന്നവരാണ്. ഇനി അതിലപ്പുറം ഇംഗ്ലണ്ടിലെ കാര്യം പറഞ്ഞാൽ വിശ്വാസം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. ഈ ഒരു കാര്യം കേരള സഭയ്ക്കും എല്ലാ വിശ്വാസികൾക്കും ബാധകമാവുന്ന കാര്യമാണ്. ലോകത്തിലാദ്യം 16-ാം നൂറ്റാണ്ടിൽ തന്നെ സൺഡേ സ്കൂളുകൾ തുടങ്ങിയ നാടായിരുന്നു ഇംഗ്ലണ്ട്. എന്നാൽ 1970-കളിൽ അവർ ഈ സൺഡേ സ്കൂൾ വിശ്വാസ കൈമാറ്റം പരിശീലനം പുരോഗമന ആധുനിക സംസ്കാരത്തിന് ചേർന്നതല്ലെന്ന് പറഞ്ഞ് ഈ സകലവിധ പുരോഗമന തലതിരിപ്പൻ ആശയങ്ങളെ സ്വീകരിക്കുന്നതിൽ എന്നും മുൻപിൽ നിൽക്കുന്ന ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സ്വർഗഭോഗത്തെ അംഗീകരിക്കാനും സ്വർഗവിവാഹം ആശീർവദിക്കാനും വനിതാ പൗരോഹിത്യത്തിന് സാധുത കൊടുക്കാനും ഒക്കെ ലോകത്തിൻ്റെ സകല വൈകൃതങ്ങൾക്കും മുൻപേ നടക്കുന്ന ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അവർ ചെയ്ത ഏറ്റവും ചരിത്രപരമായ മണ്ടത്തരം അവർ സൺഡേ സ്കൂളുകൾ കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. 1970-ൽ അവസാനത്തെ സൺഡേ സ്കൂളും അവർ നിർത്തലാക്കി. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 50 വർഷമായി വിശ്വാസത്തിൻ്റെ പരിശീലനം കിട്ടാത്ത, വിശ്വാസത്വങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത, വിശ്വാസം കൈമാറി കിട്ടാത്ത ഒരു തലമുറയാണ് ഇംഗ്ലണ്ടിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആ ബാലപാഠങ്ങൾ പോലും അറിയാത്ത ഈ തലമുറയെ ഇന്ന് ദേവാലയത്തോടും വിശ്വാസത്തോടും താല്പര്യമില്ലാത്തവരായിട്ട് നമ്മൾ കാണുന്നുണ്ടെന്നുള്ളതൊരു ചരിത്ര സത്യമാണ്. അങ്ങനെയെങ്കിൽ ആ സത്യം കേരളത്തിലെ ക്രിസ്ത്യാനികളെ അവർ നടത്തുന്ന വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ്. അപ്പോഴാണ് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കുറച്ച് കാലങ്ങളായി നമ്മുടെ ഞായറാഴ്ചകളും നമ്മുടെ ആരാധനയ്ക്ക് കടപ്പെട്ട ദിവസങ്ങളിലും ഇവർ പൊതുപരീക്ഷകളും മത്സര പരീക്ഷകളും നടത്തുന്ന കുബുദ്ധിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് ഇവർ ഞായറാഴ്ചകളിൽ PSC പരീക്ഷകൾ കൃത്യമായി നടപ്പിലാക്കുന്നു? ഇവർ നമ്മൾ ആരാധിക്കാൻ കടപ്പെട്ട ദുഃഖവെള്ളിയാഴ്ച അടക്കമുള്ള ദിവസങ്ങളിൽ, ക്രിസ്മസ് ദിവസങ്ങളിൽ, ഈസ്റ്റർ ദിവസങ്ങളിൽ ഇവർ പരീക്ഷകൾ നടത്തുന്നത് എന്തിനാണ്? ദേവാലയത്തിൽ നിന്ന്, ആരാധനയിൽ നിന്ന് നമ്മുടെ യുവതലമുറയെ, കുട്ടികളെ വഴിതെറ്റിക്കാൻ, മാറ്റി നിർത്താൻ വേണ്ടിയിട്ടല്ലേ? സൺഡേ സ്കൂളുകളും വിശ്വാസ പരിശീലനത്തിന്റെ ഇടങ്ങളും മുടങ്ങിയാൽ വിശ്വാസം ക്ഷയിക്കുമെന്നുള്ളത് നമ്മളെക്കാൾ അവർ മനസ്സിലാക്കിയതുകൊണ്ട് അവർ കരുതിക്കൂട്ടി നടത്തുന്ന ശ്രമങ്ങളാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് വിശ്വാസികൾക്ക് ഉണർന്നെഴുന്നേൽക്കാനും വിശ്വാസ കൈമാറ്റമെന്ന ചരിത്ര ബാധ്യതയെക്കുറിച്ച് ഓർമ്മിക്കാനുമുള്ള ഒരു അവസരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്, ക്രൈസ്തവ മതം, പാശ്ചാത്യ സംസ്കാരം അപാരമായ വ്യക്തി സ്വാതന്ത്ര്യം എല്ലാ കാലത്തും നൽകിയിട്ടുണ്ട്. ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഗരിമയിലാണ് പടിഞ്ഞാറ സംസ്കാരം ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിച്ചമർത്തിയും വോട്ട് കുത്താത്തവനെ തട്ടിക്കളയുന്ന രീതിയിലും പോളിംഗ് സ്റ്റേഷനുകളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചും വോട്ട് ബാങ്കുകൾ ആളുകളെ ജയിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. വ്യക്തിയുടെ അഭിപ്രായത്തിന്, അയാളുടെ സ്വാതന്ത്ര്യത്തിന് പ്രഥമ പരിഗണന കൊടുക്കുന്ന വിശാലമായ മാനവിക ബോധമാണ് ക്രൈസ്തവ രാജ്യങ്ങൾ കാണിച്ചത്. എന്നിട്ടും അത്ര വിശാലമായ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കാലഘട്ടത്തിലും ഇത്രയും ക്രൈസ്തവർ വിശ്വാസത്തിൽ പടിഞ്ഞാറ് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് കാലത്തെയും കാലത്തിൻ്റെ ഗതിവിഗതികളെയും മറികടന്ന് നിർബാധം മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് സഭയുടെ നാശം ആഗ്രഹിക്കുന്ന സകലരോടും നമുക്ക് പറയാനുള്ളത്. ഇംഗ്ലണ്ടിൽ ദേവാലയങ്ങൾ പൂട്ടിപ്പോകുന്നു എന്ന് പറയുമ്പോൾ സ്നേപ്സ് എന്ന് പറയുന്ന ഫാക്ട് ചെക്കിംഗ് ഏജൻസി ഉണ്ട്. അവരുടെ ഒരു പഠനത്തിൽ പറയുന്നത് 2008-ൽ 49,700 ക്രൈസ്തവ ദേവാലയങ്ങളാണ് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ 2020-ൽ അത് 51,500-ലധികം ദേവാലയങ്ങളായി വർദ്ധിച്ചിട്ടുണ്ട്. ചുമ്മാ ചിലയിടങ്ങളിൽ സമൂഹങ്ങൾ പ്രവാസമായിട്ടോ കുടിയേറ്റത്തിൻ്റെ കാരണങ്ങളാലോ ഒക്കെ ആളുകൾ ഇല്ലാതെ പോയ സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ വിൽക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗണ്യമായ വർധന ഇംഗ്ലണ്ടിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്കുണ്ടായി എന്നാണ് കണക്ക് പറയുന്നത്.
അപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ലണ്ടനിൽ കണ്ടത് ഭാഗികമായ ചില യാഥാർത്ഥ്യത്തിൻ്റെ വശങ്ങളാണ്. ആ ഭാഗികമായ കാര്യങ്ങളെ ഇവിടെ വന്ന് യാതൊരു പ്രസക്തിയുമില്ലാത്ത വേദിയിൽ അദ്ദേഹം പുനരവതരിപ്പിക്കുന്നത് ഏതെങ്കിലും ക്രൈസ്തവ വിരുദ്ധതയുടെ മനോഭാവത്തോടെ ആണെങ്കിൽ ഇത്തരം നിരുത്തരവാദപരമായ അവാസ്തവ പ്രസ്താവനകളെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തോട് മാപ്പ് പറയേണ്ടതാണ്. സത്യത്തെ തമസ്കരിക്കുകയും വളച്ചൊടിക്കുകയും വക്രീകരിക്കുകയും ചെയ്യുന്ന കുറ്റകൃത്യമാണ് അദ്ദേഹം ഈ കേരളത്തിൽ ഇംഗ്ലണ്ട് പര്യടനത്തിന് ശേഷം അന്ന് നടത്തിയത്. തഗ് ഡയലോഗുകളുടെ കാലമാണല്ലോ. എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ ഒരു പ്രസ്താവനയ്ക്ക് സാമൂഹ്യ മാധ്യമത്തിൽ കണ്ട ഒരു തഗ് ഡയലോഗോടുകൂടി ഈ ഒരു ലണ്ടൻ വിശേഷം നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഗോവിന്ദൻ മാസ്റ്ററോട്, പള്ളികൾ വിൽപ്പനയ്ക്ക് വെക്കാനുണ്ട് എന്നുള്ളതിന്. അങ്ങനെ പള്ളികൾ വിൽപ്പനയ്ക്ക് വെക്കുന്നതായി കണ്ടെങ്കിൽ സഖാവെ ഒത്തുകിട്ടിയാൽ ഒരു 5-6 ചുളുവിലയ്ക്ക് അങ്ങ് മേടിക്കണം. എന്നിട്ട് അത് വ്യാജ സർട്ടിഫിക്കറ്റ് അടിക്കുന്ന സ്ഥാപനങ്ങളാക്കി മാറ്റിയാൽ കേരളത്തിലെ കുട്ടി സഖാക്കന്മാർക്ക് സർട്ടിഫിക്കറ്റുകൾ മേടിച്ച് PSC നിയമനങ്ങൾ, സർക്കാർ നിയമനങ്ങൾ, ജോലികളൊക്കെ നിർബാധം മേടിക്കാമല്ലോ എന്നുള്ളതാണ് ആ ഡയലോഗ്. അത് ശ്രീ ഗോവിന്ദൻ മാസ്റ്ററുടെ സമക്ഷം സമർപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി.